നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ അബദ്ധജടിലമായ പ്രസ്താവനയാണ് ഇങ്ങനൊരു വീഡിയോ പറയാൻ നിർബന്ധിതനാക്കുന്നത്. ട്രെയിനിലായതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്, യാത്രയിലായിപ്പോയതുകൊണ്ടാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് മഹാത്മാഗാന്ധി പ്രശസ്തനായത് റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ പുറത്തു വന്നതിന് ശേഷമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. മഹാത്മാഗാന്ധിയെ 1917 മുതൽ തന്നെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയ വലിയൊരു നേതാവാണ്. ലോകത്തുള്ള പ്രസിദ്ധരായ നേതാക്കളൊക്കെ തന്നെ മഹാത്മാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നും ലോകം മുഴുവൻ പുകഴ്ത്തുന്ന, വന്ദിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നേതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ വെറുക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയം RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയമാണ്. സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് തടയിട്ടത് ഗാന്ധിജിയുടെ സത്യാന്വേഷണത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിന്തകളും പ്രവർത്തനങ്ങളുമാണ്. ഇന്ത്യയിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഐക്യം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയെ വർഗീയവാദികൾക്ക് ഇത്രകാലവും വളർന്നു വരാൻ സാധിക്കാത്ത പശ്ചാത്തലമൊരുക്കിയത് മഹാത്മാഗാന്ധിയുടെ നിലപാടുകളാണ്. ആ മഹാത്മാഗാന്ധി ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്. ബെൽജിയത്തിലെ ബ്രസൽസിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ 1950കളിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനമത്ത് ഉഗാണ്ടയിൽ 1967 മഹാത്മജിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഗാന്ധിജിയെ ബഹുമാനിക്കുന്നു. റോസ പാർക്കിന് പ്രസിദ്ധമായ ബസ് സമരം, കറുത്ത വർഗ്ഗക്കാരിയായ റോസ പാർക്കിനെ സീറ്റിൽ നിന്ന് ഇറക്കി വിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർ അമേരിക്കയിൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് ശേഷം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം പ്രാവർത്തികമാകുമെന്ന് ലോകത്തിന് കാണിച്ചു തന്നത് മഹാത്മജിയാണെന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറാണ്. തങ്ങൾക്ക് വഴി കാണിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശവും അത് പ്രാവർത്തികമാകുമെന്ന് ലോകത്തിന് കാണിച്ചു തന്നത് മഹാത്മജിയുമാണെന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത്. ഇത് 1956 പറഞ്ഞത്. അന്ന് ഗാന്ധി സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. മാർട്ടിൻ ലൂതർ കിങ് പലതവണ പറഞ്ഞു ഗാന്ധിജിയുടെ സന്ദേശത്തിലൂടെയാണ്, ഗാന്ധിയൻ രീതിയിലൂടെയാണ് അമേരിക്കയിലെ വംശീയതയ്ക്ക് അന്ത്യം കുറിക്കാൻ സാധിക്കുക എന്ന് പരസ്യമായി പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറാണ്. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനും ഡോക്ടറുമായ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മജിയെക്കുറിച്ച് പറഞ്ഞ വാചകം, I believe that Gandhi's views were the most enlightened of all the political men of our time. We should strive to do things in his spirit, not to use violence in fighting for our cause, but by non-participation in anything you believe is evil. മഹാത്മാഗാന്ധിക്ക് ഐൻസ്റ്റീൻ അയച്ച കത്തിലെ വാചകങ്ങളാണ്. സ്വന്തം മനസ്സിനനുസരിച്ച് സത്യത്തിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വം, പുറത്തുള്ള ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ സത്യത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിത്വമായിട്ട് മഹാത്മാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ 1930കളിൽ എഴുതി എന്ന് പറയുമ്പോൾ 1982 ഇറങ്ങിയ സിനിമയാണ് ഗാന്ധിയെ പ്രസിദ്ധനാക്കുന്നത് എന്ന് പറയുന്ന സംഘബുദ്ധി, തലയിൽ ചാണകബുദ്ധിയുള്ളവർക്ക് മാത്രം പറയാൻ സാധിക്കുന്ന രാഷ്ട്രീയമാണ്. പ്രസിദ്ധ ഫ്രഞ്ച് സാഹിത്യകാരനും നോവലിസ്റ്റുമായ റോമൻ റൊണാൾഡ് പറഞ്ഞത്, യേശുക്രിസ്തു സമാധാനത്തിൻ്റെ രാജകുമാരനാണെങ്കിൽ മഹാത്മാഗാന്ധി തുല്യതയുള്ള സ്ഥാനം അർഹിക്കുന്ന വ്യക്തിത്വമാണെന്ന് പറഞ്ഞത് റോമൻ റൊണാൾഡാണ്. വട്ടമേശ സമ്മേളനത്തിന് ശേഷം മഹാത്മാഗാന്ധി അദ്ദേഹത്തെ നേരിട്ട് സന്ദർശിച്ച് പരിചയം പുതുക്കിയതും ചരിത്രമാണ്. അങ്ങനെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഗാന്ധിജിയെ, മഹാത്മജിയെ 1982 ഒരു സിനിമയിലൂടെ മാത്രം പ്രസിദ്ധനായ വ്യക്തിയായി ചിത്രീകരിക്കാൻ സംഘപരിവാർ ശക്തികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സ്ഥാനത്ത് വീര സവർക്കറെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക് ഗോഡ്സെയെ ആദരിക്കുന്ന തത്വശാസ്ത്രത്തിനും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും മാത്രമേ ഗാന്ധിജിയെ ചെറുതായി കാണാനും 1982 സിനിമയിലൂടെ മാത്രം പ്രസിദ്ധനായ വ്യക്തിയെന്ന് പറയാനും സാധിക്കുള്ളൂ. ഗാന്ധിജി ഇതിലൊക്കെ അപ്പുറേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമാധാനത്തിലൂടെ പോരാട്ടത്തിലൂടെ നേതൃത്വം കൊടുത്ത
വലിയൊരു വ്യക്തിത്വമായിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ലോകത്തിന് മാതൃകയാവുന്ന രൂപത്തിൽ എക്കാലത്തും മാതൃകയായ സമാധാന പോരാട്ടത്തിൻ്റെ വ്യക്തിത്വമാണ് മഹാത്മജി. ആ മഹാത്മജിയെ കുറച്ച് കാണിക്കുന്ന എല്ലാ രാഷ്ട്രീയത്തെയും എല്ലാ തത്വ സംഹിതകളെയും വെറുക്കപ്പെടേണ്ടതാണ്, അവഗണിക്കപ്പെടേണ്ടതാണ്. നന്ദി, നമസ്കാരം.